മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കേട്ടാണ് ഇന്നലെ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഉറക്കം എഴുന്നേറ്റത് അല്ലെ. ഈ അടുത്ത കാലത്ത് ഇത്രയും സന്തോഷം നൽകിയ ഒരു വാർത്ത ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതെ, ഓപ്പറേഷൻ സിന്ദൂർ. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ സ്വന്തം ഭർത്താക്കന്മാർ മരിച്ചു വീഴുന്നത് കാണേണ്ടി വന്ന ഒരു പറ്റം ഭാര്യമാരുടെ കണ്ണീരിന് പകരം ചോദിക്കാൻ ചെന്ന ഈ ഓപ്പറേഷന് ഇതിനും മികച്ചൊരു പേര് നൽകാനില്ല അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ ഇങ്ങനെ ഒരു പേരിട്ടത് ആരാണെങ്കിലും അവർ കയ്യടി അർഹിക്കുന്നുണ്ട്. എന്തായാലും വളരെ തന്ത്രപൂർവ്വം ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ പറ്റിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സംഭവം ഇവിടെ നടന്നെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ബുധനാഴ്ച ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും മോക്ക് ഡ്രിൽ ഉണ്ടാവും എന്നുള്ളത്. പലരും ന്യൂസ് ചാനലിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ആ വാർത്ത കേട്ട് കാണും, ഇന്ത്യയിൽ മോക്ക് ഡ്രിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്ത. ആക്ച്വലി എന്താണ് ഈ മോക്ക് ഡ്രിൽ എന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കും. അതായത് ഒരു നാട്ടിൽ ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് ആ നാട്ടിലെ ജനങ്ങളെ സജ്ജമാക്കുന്ന പരിപാടിയാണ് ഈ മോക്ക് ഡ്രിൽ. അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ പരിപാടി. അതായത് ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാണെങ്കിൽ അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ബാധിക്കുമെന്ന് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് 3 രീതിയിലുള്ള സൈറൻ മുഴക്കും. ഓരോ ഇന്റൻസിറ്റിയിലായിരിക്കും ഈ സൈറൻ മുഴക്കുക. ഇതിൽ ഒരു രീതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൈറൻ മുഴക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കുറച്ചൊന്ന് നീട്ടി സൈറൻ മുഴക്കും. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നല്ലോണം നീട്ടി മുഴക്കും. മൂന്ന് സിഗ്നലുകളാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ രീതിയിലുള്ള സൈറൻ മുഴക്കി കഴിഞ്ഞാണെങ്കിൽ, അതായത് ചെറിയ രീതിയിലുള്ള സൈറൻ മുഴക്കി കഴിഞ്ഞാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരും ജനലരികിലുള്ള ലൈറ്റുകളൊന്നും ഇടരുത്. അത് മാത്രമല്ല ജനലരികിൽ വന്ന് നിൽക്കാനും പാടില്ല. അവിടെ വെച്ച് മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ, അതായത് കുറച്ച് നീട്ടുള്ള സൈറൻ ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സേഫായി ബിൽഡിങ്ങുകളിലേക്ക് പ്രവേശിക്കണം, പുറത്തൊന്നും ഇറങ്ങി നടക്കരുത്. അതുപോലെ തന്നെ വീട്ടിലെ ജനലരികളുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ആക്കിയിടുക. ഇനി നീട്ടുള്ള സൈറൻ ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ നാട് ഏത് സമയവും ആക്രമിക്കപ്പെട്ടേക്കാം. സോ കുടുംബത്തിനെ സേഫ് ആക്കാനുള്ള പരിപാടികൾ എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു ഡെമോ ആണ്, ആളുകളൊന്നും തയ്യാറെടുപ്പിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. അപ്പൊ മോക്ക് ഡ്രിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. എന്നിരുന്നാലും ഇന്ത്യയിൽ ബുധനാഴ്ച മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നു. ഇത് കേട്ട പാകിസ്ഥാൻ എന്ത് വിചാരിച്ചു? ഇന്ത്യ യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് അങ്ങ് വിചാരിച്ചു. അതുകൂടാതെ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് യുദ്ധ പരിശീലനവും നടത്തി. ഇതോടെ പാകിസ്ഥാൻ ഏകദേശം ഉറപ്പിച്ച് എന്തായാലും യുദ്ധം ഉണ്ടാവുന്ന രീതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് ഇപ്പുറത്ത് കൂടെ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങ് നടത്തി. അതായത് ആളെ പൊട്ടനാക്കി നടത്താന്ന് കേട്ടില്ലേ, അതന്നെ സംഭവം. ഇനി എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതെങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് പലർക്കും അറിയുമായിരിക്കും. കാരണം ന്യൂസുകളിലൂടെയും മറ്റും പലരും കണ്ടു കാണും. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത പലരും ഉണ്ടാവും. അവർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ആക്ച്വലി ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ്. ഇനി എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ അവരുടെ താവളത്തിൽ ചെന്ന് ആക്രമിക്കുന്ന പരിപാടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. വളരെ സൂക്ഷിച്ചും തന്ത്രപൂർവ്വം നടത്തേണ്ട ഒന്നാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. കാരണം ഒരു വിഭാഗം ആളുകളെ അവരുടെ താവളത്തിൽ ചെന്ന് ആക്രമിക്കുന്ന സമയത്ത് അതിന് ചുറ്റും നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലെ. അവർക്കൊന്നും ഒരു പോരല് പോലും ഏൽക്കാതെ വേണം ഈ പദ്ധതി നടപ്പാക്കാൻ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിക്കഴിഞ്ഞാണെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേർ കൊല്ലപ്പെട്ടേക്കാം, പദ്ധതി തന്നെ പാളിപ്പോയേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ട് നടത്തേണ്ട ഒന്നാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത്. മാത്രമല്ല വളരെ അപ്രതീക്ഷിതമായി നടത്തേണ്ട ഒന്നും കൂടിയാണ്. കാരണം ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് അപ്പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവരത് വെച്ച് രക്ഷപ്പെടില്ലോ. അപ്പോൾ അവരൊന്നും അറിയാതെ ഇത് നടത്തണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്നിട്ടുള്ള ആക്രമണമാണ്. 1970 ശേഷം ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തുന്നത്. അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് യൂറോപ്യൻ നിർമ്മിത മിസൈലുകളായിട്ടുള്ള സ്കാൾപ്പ് മിസൈലുകളാണ്. ഇതിന് ഏകദേശം 1000 കിലോഗ്രാമിലധികം ഭാരം വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ഭാരമുള്ള ഒരു മിസൈൽ ഒരു സ്ഥലത്ത് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, തവിട് പൊടിയായി പോകും. ഏകദേശം ബുധനാഴ്ച പുലർച്ചെ 1:44 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് 100 കിലോമീറ്റർ അപ്പുറമുള്ള കേന്ദ്രങ്ങളിലടക്കം 9ഓളം ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. എത്രയാണ്? 9ഓളം. ഈ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായോ? അതായത് ഈ ഭീകരാക്രമണം നടത്താൻ വേണ്ടി ആയുധ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങളാണ്. അതിൽ രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളുമുണ്ട്, പരസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളുമുണ്ട്. ഇന്ത്യ ഇവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായ ടാർഗറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മിസൈൽ അയക്കുക മാത്രമാണ് ചെയ്തത്. ഇനി എങ്ങനെ ഇന്ത്യ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സാറ്റലൈറ്റുകളുടെ സഹായത്തോട് കൂടിയാണെന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് ഇവിടെ പറയാനൊക്കത്തുള്ളൂ. അവ ഉപയോഗിച്ച് കൃത്യമായി ഇത്തരം കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അവിടെ അങ്ങ് സ്പോട്ട് ചെയ്തിട്ട് നേരെ മിസൈൽ അങ്ങ് വിട്ട് സംഭവം കൃത്യമായി മിസൈലുകൾ പതിക്കേണ്ടടുത്ത് വന്ന് പതിക്കുകയും ചെയ്യും. എന്നിരുന്നാലും പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ ഓപ്പറേഷൻ അല്ല കേട്ടോ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ആഴ്ചകളോളമായി ഇന്ത്യയിലെ വ്യോമസേനയും കരസേനയും നാവികസേനയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തീരുമാനമാകുന്നത്. മാത്രവുമല്ല USA, UAE പോലുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യ ഓപ്പറേഷൻ നടത്താൻ പോകുന്നു എന്ന കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം അറിവോട് കൂടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പാകിസ്ഥാനിലെ 4ഓളം കേന്ദ്രങ്ങളും പാകിസ്ഥാൻ അധീന കാശ്മീരിലെ 5ഓളം കേന്ദ്രങ്ങളും അടക്കം 9ഓളം ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഇവിടെ തകർന്നിട്ടുള്ളത്. ഇതിൽ 80ഓളം ഭീകരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു സാധാരണക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. പക്ഷെ പാകിസ്ഥാൻ പറഞ്ഞത് 23ഓളം ഇടങ്ങളിൽ
മിസൈൽ ഇട്ടു, കുറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ്. പക്ഷെ അതിന്റെ ഫുട്ടേജോ ക്ലിപ്പുകളൊന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചുമ്മാ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയത് എന്ന് പറയാതെ വയ്യ. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പലരുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാകും, ഇന്ത്യ ഇവിടെ ജസ്റ്റ് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ മാത്രമല്ലേ തകർത്തിട്ടുള്ളത്, അതിന് പാകിസ്ഥാൻ എങ്ങനെയാണ് തിരിച്ചടിയായി മാറുന്നത് എന്നുള്ളത്. അതിനുള്ള ഉത്തരം സിമ്പിൾ ആണ്. പാകിസ്ഥാൻ ഒളിച്ചും പാത്തും ഭീകരന്മാരെ തുണയ്ക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ രഹസ്യമായിട്ടുള്ള പരസ്യമാണ്. മാത്രമല്ല പലപ്പോഴായും ഭീകരന്മാർ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ഒളിഞ്ഞും പാത്തും പാകിസ്ഥാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭീകരന്മാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പാകിസ്ഥാൻ ഒരു വൻ തിരിച്ചടി തന്നെയാണ്. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് വരുന്ന സമയത്ത് 2 ആഴ്ച മുന്നേ നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഒരു മറുപടി മാത്രമാണോ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാലങ്ങളോളമായിട്ടുള്ള ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്മാടിത്തരത്തിലുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഈ 2000ങ്ങളുടെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ തന്നെ ഒരുപാട് തവണ ഈ പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ 2001 ഇവന്മാർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 9ഓളം ആളുകൾ മരണപ്പെടുകയും 18ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ സംയമനം പാലിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം അക്ഷർധാം ടെമ്പിളിൽ അടുത്ത ഭീകരാക്രമണം നടത്തി. അവിടെയും 31 പേർ മരണപ്പെടുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവിടെയും ഇന്ത്യ മൗനം പാലിച്ചു. അത് കഴിഞ്ഞ് 2008 മുംബൈ ഭീകരാക്രമണം, അത് ആരും മറക്കാൻ സാധ്യതയില്ല. മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണത്തിൽ 164ഓളം പേരാണ് മരിച്ചത്, 300ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അന്നും ഇന്ത്യ പ്രത്യേകിച്ച് തിരിച്ചടികളൊന്നും നൽകിയിട്ടില്ലായിരുന്നു. മൗനം തന്നെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. അതിനുശേഷം സർക്കാരുകൾ മാറി വന്നു. അതുവരെ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിന്നീട് അത് നരേന്ദ്രമോദിയിലേക്ക് എത്തി. അതിനുശേഷം 2014 CRPF ഉദ്യോഗസ്ഥരെ വധിച്ചുകൊണ്ട് ഉറി ഭീകരാക്രമണം നടക്കുന്നത്. 20ഓളം പേർ അതിൽ മരണപ്പെടുകയും 21ഓളം പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇന്ത്യ ആദ്യമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. അന്ന് ഇന്ത്യ നല്ല രീതിയിൽ തന്നെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകി. അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഉറി എന്നും പറഞ്ഞുകൊണ്ട്. അത് വൻ ഹിറ്റ് അടിക്കുകയും ചെയ്ത സിനിമയായിരുന്നു. ഇന്നും ആ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. എന്തായാലും അതിനുശേഷമാണ് 3 വർഷങ്ങൾക്ക് ഇപ്പുറം 2019 പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത്. ഇന്നത്തെ തലമുറ പെട്ടെന്നൊന്നും മറക്കാത്തൊരു ഭീകരാക്രമണം തന്നെയാണ് അത്, അല്ലെ? ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേന്റെ അന്നാണ് ഈ ആക്രമണം നടക്കുന്നത്. പലരും ഇന്നും ആ ദിവസം ഒരു ബ്ലാക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. എന്തായാലും ആ ആക്രമണത്തിൽ 40ഓളം പേർ മരിക്കുകയും 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്നും ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. പിന്നീടാണ് 6 വർഷങ്ങൾക്ക് ഇപ്പുറം പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അതിൽ നമുക്കറിയാം 26ഓളം പേർ മരണപ്പെടുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇവർ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്കുള്ള മറുപടിയായി മാത്രമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളായിട്ട് അവരെ അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്യുന്നതല്ല, അവരിങ്ങോട്ടായിട്ട് വന്ന് ചോദിച്ചു വാങ്ങുന്നതാണ്. നമ്മുടെ നാട്ടിൽ വന്ന് ഒന്നും അറിയാത്ത സാധാരണക്കാരെ ഇവർ കൊന്നിട്ട് പോകുമ്പോൾ മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ, തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പലരും പേടിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു, പാകിസ്ഥാൻ അത് കണ്ട് പ്രകോപിതരാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ പലരും ചിന്തിച്ചേക്കാം എന്തോ യുദ്ധമൊക്കെ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഇവിടെ 70% യുദ്ധത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന് നഷ്ടം ഇരു രാജ്യങ്ങൾക്കും തന്നെയാണ്. 2 രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ അത് ബാധിക്കും. ജനജീവിതം ദുസ്സഹമായി മാറും. അവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറയും. അത് ആ രാജ്യത്തിന്റെ ജനജീവിതം തന്നെ ദുരിതത്തിലാക്കും. അതുകൊണ്ട് തന്നെ യുദ്ധം വരാതെ നോക്കാൻ വേണ്ടി തന്നെയാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുക. ഇപ്പൊ പാകിസ്ഥാൻ തന്നെ തുടക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയപ്പോൾ ആണവായുധം പരീക്ഷിച്ച് ഇന്ത്യയെ തകർക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി പിന്നീട് ഇന്ത്യ കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരികയുണ്ടായി. ഇനി മേലാൽ ഇങ്ങോട്ട് ചൊറാൻ നിൽക്കരുത് എന്ന താക്കീതും കൊടുത്ത് ഈ സംഭവം അങ്ങനെ കോംപ്രമൈസ് ആയി പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി യുദ്ധം വന്നു കഴിഞ്ഞാലുള്ള സാധാരണക്കാരൻ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇന്റർനെറ്റുകളുടെ ബാൻഡ് വിടുത്തുകൾ കുറയ്ക്കപ്പെടും. അതായത് 5G 4G 3G ഒന്നും കിട്ടൂല എന്നർത്ഥം. വെറും 2G മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമുക്കത് വെച്ച് വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കാമെന്നല്ല, അത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഇന്ററാക്ഷൻസ് ഒന്നും നടക്കില്ല എന്നർത്ഥം. പിന്നെ പതിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറയും. പിന്നെ കറണ്ട് കണക്ഷൻ കട്ടാകും. ഇതൊന്നും ഇല്ലാതെ കുറച്ചു കാലം ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ഭീകരമായിരിക്കും, അല്ലേ? നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സഹിക്കാന്ന് പറയാം. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു യുദ്ധം എന്ന് പറയുന്നത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നതാണ് ഇരു രാജ്യക്കാർക്കും നല്ലത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പലരും ഇങ്ങനെ ആർപ്പ് വിളിക്കുന്ന കാണാം, യുദ്ധം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യ എന്ന വികാരത്തിന് പുറത്ത് പറയുന്നതായിരിക്കും, അല്ലേ? പക്ഷെ എടുത്തു ചാടി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ കണ്ടതാണ്, അല്ലേ? ഇപ്പോഴും അതിന്റെ ആഘാതത്തിൽ നിന്നും ഉക്രൈൻ എന്ന രാജ്യം കരകയറിയിട്ടില്ല. അതുപോലെ തന്നെ
പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഇന്നും രണ്ട് രാജ്യങ്ങളിലും സാധാരണക്കാരായുള്ള ജനങ്ങളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തുർക്കി, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലും പാകിസ്ഥാനും വരാതിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം, ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ത്, ഇന്ത്യനെ 10-1 പോലും ഫോഴ്സ് പാകിസ്ഥാൻ ഇല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കേണ്ടത് എന്നുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ പല രാജ്യങ്ങളും അവിടെയും ഇവിടെയും പിന്തുണയായിട്ട് വരും. ഇപ്പൊ പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ത്യക്ക് വേണ്ടി ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും ബില്ലിൽ അണിനിരക്കാൻ തുടങ്ങും. അന്നേരം അതൊരു യുദ്ധമായി മാറിയുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. അപ്പൊ അതിലും ഭേദം ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയാതെ വയ്യ. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് കൊടുക്കുന്നില്ല. പുറത്തൊരു ടോപ്പിക്കുമായി